ആരാ മോളെ ഇവിടെ ഉണ്ടായിരുന്നേ? ഞാനോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? കുഞ്ഞാപ്പാ, നമ്മള് ഓടിയാലോ? അല്ല, ഇതൊക്കെ ആരാ മോളെ? നീ ആരെ വിളിച്ചാ വീട്ടിനകത്തേക്ക് കയറ്റിയേക്കുന്നേ? അമ്മേ, അമ്മ പേടിക്കരുത്. അമ്മയോട് ഞാനൊരു കാര്യം പറയാം. എന്തോന്ന്? എന്ത് കാര്യം? ഇവരില്ലേ അമ്മ, ഇവരെ ഭൂതങ്ങളാ. ഇവര് ഭൂതങ്ങളാണോ? ആ, അതേതായാലും നന്നായി. എന്തുവാ അമ്മേ, നമുക്ക് പേടിയൊന്നുമില്ല ഇവര് ഭൂതങ്ങളാണെന്ന് പറഞ്ഞിട്ടേ. ഞാനെന്തിനു പേടിക്കണം? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്ത് മടുത്ത്. ഞാനേ ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണല്ലോ ഇവർ വന്നത്. അതേതായാലും നന്നായി. ഇനിയിപ്പോ ജോലിക്കൊക്കെ എനിക്ക് കൂട്ടിന് ആളായല്ലോ. ഇനി നിങ്ങൾ വേണം എന്റെ വീട്ടു ജോലിയിലൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട്. ആ, നിങ്ങൾ തന്നെ. നിങ്ങളല്ലാണ്ട് പിന്നാര്? ഞാൻ ആരാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഞാനേ ഭൂതങ്ങളുടെ രാജാവാ. നിങ്ങളിപ്പോ ഭൂതങ്ങളുടെ രാജാവാണേലും മന്ത്രിയാണേലും എനിക്കെന്താ? നിങ്ങളിപ്പോ എന്റെ വീട്ടിലോട്ടല്ലേ വന്നത്. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാനിപ്പോ ആളെ കിട്ടാനുമില്ല. അതുകൊണ്ടേ നിങ്ങൾ എന്നെ സഹായിച്ചാൽ മതി. ഇനിയിപ്പോ എന്നെ സഹായിക്കാണ്ടേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തു വിടില്ല കേട്ടാ. ശരി ശരി, എന്നാ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തോണ്ട് എന്താ ചെയ്യണ്ടേ? അവിടെ കിച്ചണിലെ സിങ്കിലെ കുറേ പാത്രങ്ങളുണ്ട്. അത് പെട്ടെന്നൊന്ന് കഴുകി വെച്ചേക്ക്. അത് കഴുകി തീർത്താലേ ഞാൻ അടുത്ത ജോലി തരാം. ഓ, ഈ മനുഷ്യലോകത്തേക്ക് വന്ന് ആകെ പെട്ടുപോയല്ലോ പടച്ചോനെ. സർ, നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകാം. അല്ലെങ്കിൽ ഇവര് വേറെ പണി വല്ലതും തരും. ഇവരെ അനുസരിക്കുന്നതാ നമുക്ക് നല്ലത്. എന്തോരം പാത്രങ്ങളായി ഇവിടെ കുമിഞ്ഞു കൂടിയേക്കുന്നത്. ഇവര് കുറെ കാലായിട്ട് പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ലെന്നാ തോന്നുന്നത്. അതെന്താ അവിടെ ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടെ? അത് പിന്നെ ചേച്ചി ഒരു ഗ്ലാസ് വീണ് പൊട്ടിയതാ. ഞങ്ങളിപ്പം വൃത്തിയാക്കിക്കോളാം. വൃത്തിയാക്കുന്നതൊക്കെ കൊള്ളാം. ആ ഗ്ലാസിന്റെ പൈസ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചോളാട്ടാ. അയ്യോ, നാണക്കേട് നാണക്കേട്. എന്റെ ഭൂതജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു നാണക്കേട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഈ മനുഷ്യലോകത്തിൽ വന്നതിൽ പിന്നെ നാണക്കേട് തന്നെ നാണക്കേട്. അയ്യോ സാറേ, എന്നോട് ക്ഷമിക്കണേ. കുഞ്ഞാപ്പാ, എല്ലാത്തിനും കാരണം നീ ഒരുത്തനാ. നിനക്കേ ഞാൻ അവിടെ ചെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. 500 വർഷമായി ഭൂതമായി ജീവിച്ച ഞാൻ ഇന്നതാ ഒരു മനുഷ്യന്റെ വീട്ടിൽ പാത്രം കഴുകുന്നു. പെട്ടെന്ന് ജോലി തീർത്തോ, അല്ലെങ്കിൽ അമ്മ നിങ്ങൾക്ക് അടുത്ത പണി തരും. ഞാനേ എന്റെ റൂമിലോട്ട് പോവാം. പെട്ടെന്ന് ജോലി തീർത്തിട്ടേ നിങ്ങൾ അങ്ങോട്ടേക്ക് വാ. കുഞ്ഞാപ്പാ, ഈ പാത്രങ്ങളെങ്ങാനും ഇപ്പൊ കഴുകി തീരുവോ? എന്താ കുഞ്ഞാപ്പാ, പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാ? വാതിൽ തുറക്കൂ.